ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫർസ ഹോട്ടലിൽ കണ്ടോ. നമ്മൾ വരുന്ന ആ സമയത്ത് തന്നെ ഫുള്ള് തിരക്കാട്ടോ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഞ്ചേരിയിൽ. അവൻ പോരാനായിട്ട് കടൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഫുള്ള് ക്യൂ ആണ്. എന്താണെന്നറിയില്ല, ഇന്ന ഫസ്റ്റ് തന്നെ നമ്മളെ അങ്ങോട്ട് കയറ്റിയിട്ടുള്ളിലേക്ക്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ട് ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി അവിടെ ഇല്ല, കഴിഞ്ഞുകൂണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബീഫ് ബിരിയാണി ആട്ടോ. ബീഫ് ബിരിയാണി 2 പീസ് വലിയ 2 പീസും വരുന്നുണ്ട്, നല്ല തിക്കായിട്ടുള്ള മസാലയും പിന്നെ ഒരു എഗ്ഗും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ബീഫ് ബിരിയാണിയിൽ. പിന്നെ ഇഷ്ടം പോലെ റൈസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റൈസ്. പിന്നെ മനസ്സിലാകാത്ത ഇത്ര വലിപ്പമുള്ള പാത്രത്തിൽ നമുക്ക് ആകെ കൊടുന്നുകൊണ്ട് ചെറിയ പാത്രത്തിൽ തൈരും അച്ചാറാട്ടോ. അതും എല്ലാവർക്കും പാടിയാണ് നമുക്ക് കൊടുന്നു കേട്ടോ ഗൈസ്. എന്താ നമുക്കറിയില്ല, അവിടുത്തെ അച്ചാറെല്ലാം ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പുളിയുള്ള അച്ചാറാണ്, എനിക്ക് പുളിയൊക്കെ ഉള്ള അച്ചാർ നല്ല ഇഷ്ടമാണ്. അവിടുത്തെ മാങ്ങ കഷ്ണമൊക്കെ അടിപൊളിയായിരുന്നു, സുർക്കിയിട്ട മാങ്ങ കഷ്ണത്തിന് മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോയത് ഷൈൻ ലബനാണ് കേട്ടോ. അത് ഫർജിൻ്റെ ഔട്ട്ലെറ്റ് തന്നെയാണ്, അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ന്യൂട്ടലിൻ്റെ കുനാഫയാണ്. അപ്പോൾ നമ്മൾ സാധനം ഇതാണ് കേട്ടോ. ഇതിന് പ്രൈസ് വേണ്ടി 350 റുപ്പീസാണ്. ഇത് അടിപൊളി ആയിക്കാൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിൻ്റെ ട്രൈ ചെയ്യുന്നത്. നമ്മൾ സാധാ കുനാഫ ഓർഡർ ചെയ്തിരുന്നു ഇതിന് മുമ്പൊക്കെ ഇവിടുന്ന്. പിന്നെ ന്യൂട്ടല്ല ഫ്ലേവറുള്ള കുനാഫ ആദ്യമായിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് കോരാൻ തോന്നുന്നു, അത്ര അടിപൊളി സാധനമായിരുന്നു. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. എന്താ വെച്ചാൽ നല്ല അടിപൊളി മധുരമായിരുന്നു. പക്ഷെ ഓവറായിട്ട് മധുരമൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. മത്ത ആൾക്കൊണ്ട് ലാസ്റ്റ് ഈ മധുരമൊക്കെ പാടെ കഴിച്ച് കഴിഞ്ഞിട്ട് അടിപൊളി സാധനം കേട്ടോ ഗൈസ്. എൻ്റെ എക്സ്പ്രഷൻ നോക്കണ്ട, കുറേ നേരം കഴിച്ചിട്ടാണ്. ഇത്രയുള്ളൂ. ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.